അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, ഈ സദസ്സിന്റെ അനുഗ്രഹ ഭാഷണം നിർവഹിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ, സുന്നി കേരളത്തിന്റെ ആത്മീയ നായകരിൽ പ്രമുഖനുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുകളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വളരെയധികം പവിത്രമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുന്നി യുവജന സംഘം അതിന്റെ 60ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഈ സുന്ദരമായ കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യവും ഇസ്ലാമിന്റെ പൈതൃകവും നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം കൊണ്ടു നടക്കുന്ന ഇസ്ലാമികമായ ആചാരങ്ങളുടെയും അവകാശവും കുത്തകയും മറ്റൊരു സമൂഹത്തിനും ഇല്ല, അത് സുന്നി സമൂഹത്തിനാണ് എന്ന് ഉറഞ്ഞു പ്രഖ്യാപിക്കുന്ന ഐതിഹാസികമായ ഒരു സമ്മേളനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലവും വിജയിപ്പിക്കുമാറാവട്ടെ. ആദ്യമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വാദി ത്വയ്ബയിലേക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കേരളത്തിന്, സുന്നി കേരളത്തിന് ലഭിച്ച ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ്. അല്ലാഹുവിന്റെ അനന്തമായ അനുഗ്രഹമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. കേവലം ഒരു സംഘടനയോ കേവലം ഒരു പാർട്ടിയോ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയുള്ള ഒരു കേവല പ്രസ്ഥാനം മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും പരപ്പും അതിന്റെ വലുപ്പവും അതിന്റെ ഗൗരവവും നമുക്ക് മനസ്സിലാവണമെങ്കിൽ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ അവരുടെ ജീവിത പരിസരങ്ങളിലേക്ക്, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരൊറ്റ നിമിഷം ഒന്ന് ചിന്തിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. കേരളത്തിന് പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ അവസ്ഥ നേരത്തെ പ്രഭാഷണത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ ഏറ്റവും അപകടകരമായ, അതിന്റെ ഏറ്റവും കൂടുതൽ ബീഭത്സമായ ഒരു രംഗത്തേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ഈ അതിർത്തിക്കപ്പുറത്ത്, സഹ്യപർവ്വതത്തിന്റെ അപ്പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 70-80% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ ഉത്തർപ്രദേശിനെ പോലെ, വെസ്റ്റ് ബംഗാളിനെ പോലെ, ആസാമിനെ പോലെ, ജമ്മു കാശ്മീരിനെ പോലെ, രാജസ്ഥാനിനെ പോലെ, മധ്യപ്രദേശിനെ പോലെയുള്ള മുസ്ലിം സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഒരൊറ്റ നിമിഷം ഒന്ന് നമ്മളുടെ കണ്ണോടിച്ചു നോക്കിയാൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ മതപരമായ അവസ്ഥയും ആ ഭീതിതമായ അവസ്ഥയും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വെള്ളിയാഴ്ച ദിവസം വിവാഹം പോലെയുള്ള ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ, വെള്ളിയാഴ്ച എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ സവിശേഷമായ ജുമുഅ ദിവസത്തിൽ വിവാഹം പോലെയുള്ള എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ, ആ ചടങ്ങിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നമസ്കാരത്തെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിൽ, അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ അപ്പുറത്തുള്ള സഹ്യപർവ്വതത്തിനപ്പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അതപ്പതിച്ചു പോകാനുള്ള കാരണമെന്ത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പൊന്നാപുരം കോട്ട അത്തരമൊരു സമൂഹത്തിന് ലഭിക്കാതെ പോയി, അത്തരമൊരു സാഹചര്യം അവരിൽ ഇല്ലാതെ പോയി എന്നത് മാത്രമാണ്. സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം ഒന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി എന്നത് മാത്രമാണ് ഇത്തരത്തിലൊരു പരിതാവസ്ഥക്കുള്ള ഒന്നാമത്തെ കാരണമായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈയിടെയായി ഉത്തർപ്രദേശിൽ ഒരു വലിയ മുഫ്തിയുണ്ട്, ഇസ്ലാമിക കാര്യങ്ങളിലൊക്കെ ഫത്വ കൊടുക്കുന്ന ഒരു വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് അവിടെയുള്ള ഒരു മഹല്ലത്തിലുള്ള ജനങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ ഇമാം എന്നിരുന്ന മനുഷ്യൻ, ഞങ്ങളുടെ നാട്ടിൽ ഇമാം എന്നിരുന്ന മനുഷ്യൻ, അയാൾ ഒരുപാട് വർഷങ്ങളായി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്താണ് അയാളുടെ ഭാര്യ പറഞ്ഞത്, എന്റെ ഭർത്താവ് വുളൂ ചെയ്യാതെയാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുള്ളത്. ഒരുപാട് വർഷങ്ങളായി എന്റെ ഭർത്താവ് വുളൂ ചെയ്യാതെയാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുള്ളത്. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളുടെ നിസ്കാരം ഞങ്ങൾ മാറ്റണോ, അതോ ഒരുപാട് കാലമായതുകൊണ്ട് ഇനി ആ നിസ്കാരങ്ങളൊന്നും ഖളാ വീട്ടേണ്ടയോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇമാം വന്നിരുന്ന മനുഷ്യൻ വർഷങ്ങളായി വുളൂ ചെയ്യാതെ നിസ്കാരത്തിന് ഇമാം നിൽക്കുന്നവനാണ്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, നിസ്കാരത്തിന് വുളൂ വേണമെന്ന പ്രാഥമികമായ വിവരം പോലുമില്ലാതെ, പ്രാഥമികമായ
വിദ്യാഭ്യാസം പോലുമില്ലാതെ, അല്ലെങ്കിൽ അത്തരം ഒരു വിവരമുണ്ടായിട്ടും ആ വിവരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ, വുളു എടുക്കാതെ നമസ്കരിച്ചാലുള്ളതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ, വുളു ചെയ്യാതെ നമസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ അതിന്റെ ഗൗരവവും അതിന്റെ കഠോരമായ ശിക്ഷയും മനസ്സിലാക്കാതെ ഒരു മനുഷ്യൻ നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കുമ്പോ നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കണമെന്ന് പോലും അറിയാത്ത മനുഷ്യരാണ് അവിടെ ജനങ്ങൾക്ക് ഇമാമ് നിൽക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന സാധുക്കളായ മഅ്മൂമീങ്ങളുടെ വിവരവും വിദ്യാഭ്യാസവും അവരുടെ മതപരമായ അവസ്ഥയും എത്രത്തോളം ഭീകരമാണെന്ന് ഒരു നിമിഷം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ എത്ര സംഭവങ്ങൾ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ കരളലിയിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പൊട്ടുതൊട്ട മുസ്ലിം അംഗമാരെ നമുക്ക് കാണാം, ഉത്തർപ്രദേശിന്റെ ഗല്ലികളിൽ നമുക്ക് കാണാം, ബോംബെയുടെ തെരുവോരങ്ങളിൽ നമുക്ക് കാണാം. തട്ടമിട്ട് പൊട്ടുതൊട്ട മുസ്ലിം അംഗമാര് പൊട്ടുതൊടുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്കും വിശ്വാസ പ്രമാണത്തിനുമെതിരാണ്. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കളത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള കാരണമാണെന്ന് പോലുമുള്ള പ്രാഥമികമായ അറിവ് പോലുമില്ലാത്ത ഒരു സമൂഹമായി മുസ്ലിം സമൂഹം, കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിം സമൂഹങ്ങൾ അത് പതിച്ചു പോകാനുള്ള കാരണം സമസ്ത എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ അഭാവം മാത്രമാണെന്ന് 1000 വട്ടം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിം നായകന്മാരും മുസ്ലിം നേതാക്കളും മുസ്ലിം പണ്ഡിതന്മാരും കേരളത്തിലേക്ക് കടന്നു വന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളെ കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലുള്ള ഈ മഹിതമായ ഒരു പ്രസ്ഥാനത്തെ പോലെ ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ നാട്ടിലില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം സമൂഹം ഇത്രയും ഭീതിതമായ അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോകാനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങളുടെ സമസ്തയുടെ യൂണിറ്റുകൾ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങണം, നിങ്ങളുടെ സമസ്തയുടെ ജില്ലാ കമ്മിറ്റികൾ ഞങ്ങളുടെ നാട്ടിൽ രൂപീകരിക്കണം, നിങ്ങളുടെ സമസ്തയുടെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും സ്ഥാപനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സ്ഥാപിക്കണമെന്ന് ഉത്തരേന്ത്യയിലെ മുസ്ലിം നേതാക്കൾ കേരളത്തിൽ വന്ന് നമ്മുടെ സമസ്തയുടെ നേതാക്കളോട് നേരിട്ട് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസ്ഥാനം മാത്രമല്ല, കേവലം ഒരു പാർട്ടി മാത്രമല്ല, ഒരു കേവല രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഒരു ജനമുന്നേറ്റം മാത്രമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും അവന്റെ അകമഴിഞ്ഞ നിഅമത്തുമാണെന്ന് മനസ്സിലാക്കി ആ അനുഗ്രഹത്തെ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ രീതിയിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറി ഖിയാമത്ത് നാൾ വരെ ലോകത്ത് അതിനെ അഭിമാനത്തോടു കൂടി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമസ്തയുടെ പതാകയെ അഭിമാനത്തോടു കൂടി അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറയുകയുണ്ടായി, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സമൂഹം, എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തികളിൽ, എന്റെ സമൂഹത്തിൽപ്പെട്ട അഭിമാനമുള്ള ഒരു സമൂഹം, മതബോധമുള്ള ഒരു സമൂഹം എന്നും ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈജയന്തി പാലിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. ഹത്താ യഅതി അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയായ ഖിയാമത്ത് നാൾ ലോകത്തേക്ക് കടന്നു വരുന്നത് വരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താനും ഒരു സമൂഹം ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ വിപ്ലവ പ്രസ്ഥാനം കേരളത്തിൽ ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ വെച്ച് കാലഘട്ടത്തിന്റെ ഖുത്ബായിരുന്ന ഖുത്ബുസ്സമാനായിരുന്ന അല്ലാഹുവിന്റെ വലിയും ആരിഫും മഹാപണ്ഡിതനുമായിരുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായിരുന്ന അഹ്ലു ബൈത്തിൽ പ്രധാനിയായിരുന്ന സുന്നി കേരളത്തിന്റെ അഭിമാനപുത്രനായിരുന്ന സുന്നി കേരളത്തിന്റെ നവോത്ഥാന നായകരെന്ന് ചരിത്രം വിശേഷിപ്പിച്ച മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അല്ലാഹുവിനോട് കരമുയർത്തി ദുആ ചെയ്യുകയാണ്. ആരാണ് ദുആ ചെയ്യുന്നത് സഹോദരന്മാരെ? ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ, ഒരു കാലഘട്ടത്തിന്റെ അഭിമാനപുത്രൻ, ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും മഹാനും സമുന്നതനുമായ വലിയ മാരിഫമായ ഒരു പണ്ഡിതനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ കരമുയർത്തുന്നത്. ആ ദുആക്ക് ആമീൻ പറയുന്നത് ആരാണ്? കേരളത്തിലെ തലയെടുപ്പുള്ള മഹാപണ്ഡിതന്മാരുടെ കൂട്ടം ആ ദുആക്ക് ഒന്നടങ്കം ഒരൊറ്റ ശ്വാസത്തിൽ ആമീൻ പറയുകയാണ്. 1 മണിക്കൂർ
സ്ഥാപിത ഹരിത കുങ്കുമതമുള്ള പതാക മഹാനായ മഹ്ദി ഇമാമിന്റെ കയ്യിലേന്തുന്നത് വരെ മഹാനായ മഹ്ദി ഇമാം ഈ ലോകാവസാനം ലോകത്തേക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് ലോകത്തെ പ്രകാശമാനമാക്കാൻ കടന്നു വരുന്ന ആ കാലഘട്ടം വരെ ഈ സമസ്തയുടെ പതാകയെ നീ ലോകത്ത് ഉയർത്തി നിർത്തണേ തമ്പുരാനെ. മഹാനായ മഹ്ദി ഇമാമിന്റെ കയ്യിലേക്ക് ഈ പതാകയെ നീ കൈമാറണേ തമ്പുരാനെ എന്ന് കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായ മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തെങ്കിൽ ആ ദുആ സ്വീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ദുആ ഫലിക്കുമെന്നും ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നും 100% വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ ആശയ പ്രസ്ഥാനത്തിന്, ഈ മഹിതമായ വിപ്ലവ പ്രസ്ഥാനത്തിന് പറഞ്ഞത് മാറ്റിപ്പറയേണ്ട ഗതികേട് 85 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കടന്നു വരാതിരിക്കാനുള്ള കാരണം സമസ്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ശക്തമായ പാശമാണ്. അള്ളാഹുവിന്റെ അതിശക്തമായ പാശമാണിത്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഒരിക്കലും ചിത്രമായി പോകരുത്, ചിന്നിച്ചിതറിപ്പോകരുത്, പല കൊടികൾക്ക് കീഴിൽ അണിനിരക്കരുത്, പല പാർട്ടികളായി മാറരുത്. ഈ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആ പ്രഖ്യാപനം, അതെ അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് അള്ളാഹുവിന്റെ മഹിതമായ പാശമാണ്, അള്ളാഹുവിന്റെ കയറാണത്. ആ കയറിന്റെ ഒരു തലയിലുള്ളത് മഹാനായ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ അതിന്റെ മറുതലക്കലുള്ളത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയും ഈ മുസ്ലിം കേരളം കണ്ട, ഈ സുന്നി കേരളം കണ്ട ഏറ്റവും വലിയ ഐതിഹാസിക നായകരിൽ ഒരുവനുമായിരുന്ന മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്നത് ഓരോ ഖുതുബുസ്സമാനിലൂടെയാണ്, കാലഘട്ടത്തിന്റെ അക്താബുകളിലൂടെയാണ്. അവരാണ് കാലഘട്ടത്തിന്റെ അച്ചുതണ്ടുകൾ, രാഷ്ട്രീയ നായകന്മാർ. അവരാണ് ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ ഔലിയാക്കളുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും മുഴുവൻ ആരിഫീങ്ങളുടെയും നായകനായി ഒരൊറ്റ വലിയാണ് ലോകത്തുണ്ടാവുക. അയാളാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. മഹാനായ മമ്പുറം തങ്ങൾ, മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് യമനിൽ നിന്ന് മലബാറിന്റെ തീരത്തേക്ക് കടന്നു വന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി മലബാറിലുള്ള ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാശ്വതമായ തീരത്തേക്ക് കൊണ്ടുവന്ന കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്ര പുരുഷന്മാരിൽ ഒരാളായിരുന്ന മഹാനായ മമ്പുറം തങ്ങൾ ഖുതുബുസ്സമാനായിരുന്നു എന്നത് ലോകം അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിന്റെ പാരമ്പര്യം, ചരിത്രത്തിന്റെ കൈവഴി നമ്മൾ മനസ്സിലാക്കണം. ഈ സുന്നി കേരളം നൂറ്റാണ്ടുകളായി രാക്ഷേപം കൊണ്ട് നടന്നിരുന്ന ഇസ്ലാമികമായ പൈതൃകത്തിന്റെ അവകാശികളാരെന്ന് നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്ര സത്യം നിങ്ങളോട് പറയുന്നത്. 1845 മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വഫാത്താകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റും സമസ്ത എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തെ കേരളത്തിൽ നട്ടു വളർത്തി നനച്ചു തന്റെ പ്രാർത്ഥന കൊണ്ട് വളർത്തിയ മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നതോ ക്രിസ്തുവർഷം 1840 മഹാനായ മമ്പുറം തങ്ങൾ ഖുതുബുസ്സമാനാണെന്നതിൽ ഒരാൾക്കും തർക്കമില്ല. മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖുതുബുസ്സമാനാണെന്ന് മുസ്ലിം കേരളത്തോട്, സുന്നി കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ആലിമുൽ ആലം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവர்களാണ്. ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖുതുബുസ്സമാനാണെന്ന് കേരളത്തോട് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. ബരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖുതുബുസ്സമാനാണെന്ന്. അതെ, ഒരു ഖുതുബുസ്സമാൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞപ്പോ ആ ഖുതുബുസ്സമാന്റെ പാരമ്പര്യവും പൈതൃകവും ആ ഖുതുബുസ്സമാൻ ഈ ലോകത്ത് കാണിച്ചു കൊടുത്ത ഇസ്ലാമികമായ ആശയങ്ങളും കയ്യേന്തി പിടിക്കാനുള്ള അടുത്ത ഖുതുബുസ്സമാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബരക്കൽ മുല്ലക്കോയ തങ്ങളുടെ രൂപത്തിൽ കേരളത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ആ ബരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രമെന്ന് ഓർക്കുന്ന സേവനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ, ഈ കൊടിക്കൂറയുടെ തണലിൽ ഒരുമിച്ച് കൂടാൻ കഴിയുക എന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ മഹത്തായ ഒരു നിഅമത്താണെന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ
സഹോദരന്മാരും മനസ്സിലാക്കണം. ഈ പരിശുദ്ധമായ, ഈ പവിത്രമായ, ഈ പരിപാവനമായ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചവരും മുഴുവനും ആ കാലഘട്ടത്തിലെ കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമായിരുന്നു. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, സമസ്തയുടെ ആദ്യകാല നേതാക്കളിൽ ഒരുവരായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് അഭിമാനത്തോടുകൂടി എടുത്തു ചാടിയിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്പറല്ലാഹു മറന്നത മഹാനവറുകളുടെ ഇസ്ലാമികമായ പാരമ്പര്യത്തിലേക്ക് ഒരു ചരിത്രപരമായി ചെറിയ രീതിയിൽ ഒരു തിരിഞ്ഞുകൊണ്ടം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ആരാണ് സഹോദരന്മാരെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ? നമ്മൾ മനസ്സിലാക്കണം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതൃ പരമ്പര നമ്മൾ മുകളിലേക്ക് 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 ചെന്നാൽ നമ്മൾ എത്തുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ നിഴലായി നടന്ന, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയും വസീറുമായിരുന്ന സൗർ ഗുഹയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്ന സമയത്ത് ആ ഹബീബിനെ കൂട്ടായി അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വലിയ അതെ അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിൽ കാണിച്ചു കൊടുത്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യവും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയവും കയ്യേന്തി പിടിച്ച, അത് ലോകത്ത് നടപ്പാക്കിയ, ലോകത്ത് അവതരിപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അത് ഏറ്റെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി തന്നെയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണെന്ന ചരിത്രവസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചവര് മുഴുവനും ആ കാലഘട്ടത്തിലെ ഏറ്റവും സമുന്നതമായ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ അവകാശികളായിരുന്നു. നമുക്കറിയാം, കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ, 13-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്, പരിഷ്കർത്താവ്, റിഫോമർ, നവോത്ഥാന നായകരെന്ന് മുസ്ലിം ലോകമൊന്നടങ്കം അംഗീകരിച്ച ശൈഖുൽ ആലം, ആലിമുൽ ആലം, മഹാനായ ശംസുൽ ഉലമ, പണ്ഡിതന്മാരുടെ സൂര്യൻ, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും തന്റെ പാണ്ഡിത്യത്തിന്റെ ശക്തി കൊണ്ട്, തന്റെ പാണ്ഡിത്യത്തിന്റെ ആഴം കൊണ്ട് അമ്പരപ്പിച്ച, ലോകത്തിന്റെ അത്ഭുതമായി ജ്വലിച്ചിരുന്ന മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയുണ്ടായി, അൽ ഹിക്മതു യമാനിയത്തുൻ വൽ ഈമാനു യമാനിൻ. ഹിക്മത്ത്, വിവരം, വിജ്ഞാനം, വിദ്യാഭ്യാസം, ഇൽമ്, അത് യമനിൽ നിന്ന് കൊണ്ടുവരുന്ന ഇൽമാണ്, യമനിൽ നിന്ന് കൊണ്ടുവരുന്ന ഹിക്മത്താണ്. യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാം അത് യമനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇസ്ലാമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ആ ഹദീസിന്റെ സാക്ഷാത്കാരമെന്നോണം യമനിലെ ഹറമത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ശരീം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നൂറുകണക്കിന് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. അവരുടെ കൂട്ടത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്നവരാണ് നമ്മൾ നേരത്തെ സ്മരിച്ച നമ്മുടെ സ്മര്യ പുരുഷനായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബവും. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ 5ാമത്തെ ഉപ്പാപ്പ യമനിൽ നിന്ന് വന്നപ്പോ ആ 5ാമത്തെ ഉപ്പാപ്പയുടെ ഖാദിമും സേവകനും മുഹിബ്ബുമായി യമനിൽ നിന്ന് കേരളത്തിന്റെ മലബാറിന്റെ തീരത്തേക്ക് കടന്നു വന്നവരായിരുന്നു മഹാനായ ശംസുൽ ഉലമയുടെ 5ാമത്തെ ഉപ്പാപ്പ. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ 5ാമത്തെ ഉപ്പാപ്പ യമനിൽ നിന്ന് കടന്നു വന്നപ്പോ ആ മഹാനവറുകളുടെ ഖാദിമായി, മഹാനവറുകളുടെ സേവകനായി, മഹാനവറുകളുടെ മുഹിബ്ബായി അദ്ദേഹത്തോടൊപ്പം കേരളത്തിലേക്ക് വന്നവരായിരുന്നു ശംസുൽ ഉലമയുടെ 5ാമത്തെ വല്യുപ്പ. അങ്ങനെ ആ 5ാമത്തെ വല്യുപ്പ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ആത്മീയമായ നേതൃത്വം ഏറ്റെടുത്തപ്പോ ആ നേതാവിന്റെ ഖാദിമും മുഹിബ്ബുമായി ജീവിച്ചു ശംസുൽ ഉലമയുടെ 4ാമത്തെ വല്യുപ്പ. അങ്ങനെ ആ തലമുറയായി വന്ന് അവസാനം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഖാദിമും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സേവകനും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുഹിബ്ബും അവിടുത്തെ പാരമ്പര്യത്തിന്റെ അവകാശിയുമായി കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ, കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ
എഴുതിയ, കേരളത്തിന്റെ മുസ്ലിം ചരിത്രത്തെ തന്റെ ചരിത്രമാക്കി മാറ്റി എഴുതിയ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 13-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ശംസുൽ ഉലമ എന്ന്. 13-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദും റിഫോമറും നവോത്ഥാന നായകനുമാണ് ശംസുൽ ഉലമ എന്നതിന് ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ശംസുൽ ഉലമയുടെ ജീവിതം ഒന്നു മാത്രം, ആ ജീവിതം തന്നെ നമുക്ക് തെളിവാണ്. ശംസുൽ ഉലമയാണ് 13-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്നതിന്. അല്ലാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറയുകയുണ്ടായി, ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 100 വർഷത്തിലും ഓരോ നൂറ്റാണ്ടിലും ഈ ലോകത്തെ സമുദ്ധരിക്കാൻ, മുസ്ലിം ലോകത്തെ നവോത്ഥാനത്തിന്റെ രാജപാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഒരു ആത്മീയ നേതാവിനെ, ഒരു നവോത്ഥാന നായകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി ചരിത്രം മുഴുവനും അംഗീകരിച്ച മഹാനായ ഉമവി ഭരണാധികാരിയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതകാലം പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളികളും ഏറ്റവും കൂടുതൽ ചലഞ്ചുകളും നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തേക്ക് കടന്നു വന്ന് ഇവിടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത്. 2-ാമത്തെ നൂറ്റാണ്ടിന്റെയും 3-ാമത്തെ നൂറ്റാണ്ടിന്റെയും ഒക്കെ മുജദ്ദിദീങ്ങൾ മുഴുവനും അവർ കടന്നു വരുന്ന കാലത്ത് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു. നമുക്കറിയാം, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ലോകത്തേക്ക് കടന്നു വന്നപ്പോ ആ കാലത്തുണ്ടായിരുന്ന മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളികളും പ്രതിസന്ധികളും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലത്തായിരുന്നു അവർ മുഴുവൻ കടന്നു വന്നിരുന്നത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ മുഅ്തസിലികൾ പിടിമുറുക്കിയ ഒരു കാലമായിരുന്നു. അവർ മുഴുവൻ ഭരണസിരാരംഗത്ത് നുഴഞ്ഞു കയറി, രാജ്യത്തിന്റെ രാഷ്ട്രീയമായ മുഴുവൻ താക്കോൽ സ്ഥാനങ്ങളിലും അവർ നുഴഞ്ഞു കയറി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെ മുഴുവൻ തെരഞ്ഞുപിടിച്ച് അറുകൊല ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു കാലത്തായിരുന്നു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയി നരകയാതന അനുഭവിക്കേണ്ടി വന്നു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് മഹാനായ ശൈഖ് അഹ്മദ് അശ്ശറീഇ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ ജീർണത നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു മഹാനായ ഇമാം അശ്ശറീഇ റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ കടന്നു വന്നത്. മഹാനായ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു അവർ മുഴുവൻ അവരുടെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ കടന്നു വന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നേരിടുന്ന മുഴുവൻ വെല്ലുവിളികളെയും അവർ അടിച്ചമർത്തി. പരിശുദ്ധമായ ഇസ്ലാം നേരിടുന്ന മുഴുവൻ ആശയപരമായ പ്രതിസന്ധികളെയും അവർ അടിച്ചമർത്തി. അവരുടെ മരണമായപ്പോഴേക്കും പരിശുദ്ധമായ ഇസ്ലാം വിജയിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടത്. ഈ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് ആലിമുൽ ആലം മഹാനായ ശൈഖുൽ ആലം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റബ്ബുല്ലാഹു മർഹദയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനവറുകളെ കേരളത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് ഈ കേരളത്തിൽ പ്രവർത്തിക്കാത്ത സംഘടനകൾ ഏതാണ് ഉണ്ടായിരുന്നത്, പ്രസ്ഥാനങ്ങൾ ഏതുണ്ടായിരുന്നു? ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസങ്ങൾ മുഴുവനും ചൂഷണം ചെയ്യാനും ആ വിശ്വാസങ്ങളെ തുരങ്കം വെച്ച് നശിപ്പിക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ശക്തികളും വളരെയധികം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ ശംസുൽ ഉലമ കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. മഹാനായ ശംസുൽ ഉലമ കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരുന്ന മുഴുവൻ വെല്ലുവിളികളും ശക്തമായി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികളെ വരെ, കള്ളത്തരീഖത്തുകൾ,
മുജാഹിദുകൾ, ജമാഅത്തുകൾ, അങ്ങനെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ സജീവമായ പ്രവർത്തനം പോലും നടന്ന ഒരു കാലമായിരുന്നു ശംസുൽ ഉലമയുടെ ജീവിത കാലഘട്ടം. അത്രയും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടം കേരളത്തിന്റെ മുസ്ലിം ചരിത്രത്തിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ മഹാനായ ശംസുൽ ഉലമ 1996 ഈ ലോകത്തോട് വിട പറയുമ്പോ മുസ്ലിം കേരളത്തിൽ അത്തരം ശക്തികൾക്കൊന്നും ഒരു വിധത്തിലുള്ള അഡ്രസ്സും മേൽവിലാസവും ഇല്ലാത്ത രീതിയിൽ അവരെ മുഴുവൻ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ മുഴുവൻ പച്ചു തകർത്ത് തരിപ്പണമാക്കി ശിർക്കിന്റെയും കുഫറിന്റെയും കിബറിന്റെയും കോട്ടകൊത്തരങ്ങളെ ഒറ്റയാൻ പട്ടാളമായി മഹാനായ ശംസുൽ ഉലമ അല്ലാഹുവിന്റെ വാളായി മഹാനായ ശംസുൽ ഉലമ അവരെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ശംസുൽ ഉലമയുടെ കാലഘട്ടം ക്രിസ്ത്യൻ മിഷനറികൾ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വയനാട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വളരെ ശക്തമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. പാവപ്പെട്ട മുസ്ലിം മക്കളെ, പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ വിശ്വാസികളെ പണം കൊടുത്ത് ക്രിസ്ത്യാനിസത്തിലേക്ക് കൊണ്ടുപോകുകയും അവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു ചാടിക്കുകയും ചെയ്തിരുന്ന ശക്തവും ആസൂത്രിതവും ഗൂഢവുമായിരുന്ന ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനം നടന്നിരുന്ന ഒരു കാലഘട്ടം. എടക്കരയിൽ, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ എടക്കരയിൽ 40ഓളം കുടുംബങ്ങൾ ക്രിസ്ത്യാനിസത്തിലേക്ക് ചുവടുമാറി പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോയ വിവരം അറിഞ്ഞപ്പോ മഹാനായ ശംസുൽ ഉലമ നേരെ ചെന്നു എടക്കരയിലേക്ക്. അവിടെ ചെന്ന് ക്രിസ്ത്യൻ പാതിരിമാരെ മുഴുവൻ മുന്നിൽ നിർത്തി ശക്തമായ ഒരു സംവാദം നടത്തുകയുണ്ടായി. ആ സംവാദത്തിന്റെ ഫലമെന്നോളം 40ലധികം കുടുംബങ്ങൾ അതേസമയം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരു കാഴ്ച ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ചരിത്ര സംഭവമായിരിക്കും അത്. ഈ ചരിത്ര സംഭവത്തെ കുറിച്ച് മഹാനായ ശംസുൽ ഉലമ ഈ സംവാദം നടത്തുന്ന സമയത്ത് സമസ്തയുടെ പണ്ഡിതന്മാരോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു, ഞാനിരിക്കുന്ന സദസ്സിൽ ഞാൻ മാത്രം മതി, നിങ്ങൾ ആരും കയറി വരേണ്ടതില്ല, ഞാൻ മാത്രം മതി എന്ന് ശംസുൽ ഉലമ കർശനമായി സമസ്തയുടെ പണ്ഡിതന്മാരോട് പറയുകയുണ്ടായി. ഒരിക്കലും അഹങ്കാരം കൊണ്ടല്ല, ജാട കൊണ്ടല്ല, ഞാൻ തന്നെ തികഞ്ഞവൻ എന്ന ബോധ്യം കൊണ്ടല്ല. ആ പറഞ്ഞതിന്റെ രഹസ്യം, ആ പറഞ്ഞതിന്റെ സിർ എന്താണെന്ന് നമ്മുടെ ഇക്കാലത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഹദ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ അന്ന് എന്റെ സദസ്സിൽ ഒരാളും കയറി വരരുതെന്ന് പറഞ്ഞത്? അതിനുള്ള കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും മുഴുവൻ ഔലിയാക്കളും സാലിഹീങ്ങളും സന്നിഹിതരായ ഒരു സദസ്സായിരുന്നു ശംസുൽ ഉലമ ഇരുന്നിരുന്ന ആ വേദി എന്ന് കാലങ്ങൾക്ക് ശേഷം മഹാനായ വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പറയുമ്പോ നമുക്കാർക്കും മനസ്സിലായിട്ടില്ല ശംസുൽ ഉലമ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ വലിപ്പം എത്രയാണ്, ആ മഹാവ്യക്തിത്വത്തിന്റെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലുള്ള ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയും. എന്തുകൊണ്ട്? മഹാനായ ശംസുൽ ഉലമക്ക് ശംസുൽ ഉലമ എന്ന് നാമകരണം ചെയ്തത് ഞാനോ നിങ്ങളോ നമ്മിൽ ആരുമല്ല. മഹാനായ ശംസുൽ ഉലമക്ക് പണ്ഡിതന്മാരുടെ സൂര്യൻ ശംസുൽ ഉലമ എന്ന് പേര് നൽകിയത് അറബ് ലോകത്തെ തലമുതിർന്ന പണ്ഡിതന്മാരായിരുന്നു, തലമുതിർന്ന നേതാക്കന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബ് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന അലവി മാലിക്കി എന്ന് പറയുന്ന ലോകപ്രസിദ്ധ പണ്ഡിതനെ ഒരിക്കൽ മഹാനായ ശംസുൽ ഉലമ സന്ദർശിക്കാനിടയായി. അങ്ങനെ ഈ സമയത്ത് അലവി മാലിക്കിയുടെ റൂമിൽ ശംസുൽ ഉലമ ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെയിൽ ശംസുൽ ഉലമ കുത്തിപ്പിടിച്ചിരുന്ന ഊന്നുവടി, ആ ഊന്നുവടി ചുമരിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു. മഹാനായ അലവി മാലിക്കി എന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതൻ, ലോകത്തെ ഏറ്റവും സമുന്നതനായ പണ്ഡിതന്മാരിൽ ഒരു പ്രതിഭയായിരുന്ന അലവി മാലിക്കി ആ വടിയെടുത്തുകൊണ്ട് ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വടിയെടുത്ത് ചുംബിക്കാനുള്ള യോഗ്യതയെ ഈ അലവി മാലിക്കുള്ളൂ, നിങ്ങളുടെ കൈ ചുംബിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തക്കെതിരെ കുതിര കയറുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, സമസ്തയെ നവോത്ഥാനത്തിന്റെ പേരിൽ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ശംസുൽ ഉലമയെ പോലെ അറിവും പാണ്ഡിത്യവും ഭ്രാന്തദർശിത്വവും ദീർഘദൃഷ്ടിക്കുമുള്ള മറ്റൊരു പണ്ഡിതൻ
ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്ന് 1000 വട്ടം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുന്നണി പോരാളികളായതുകൊണ്ടാണ്. നിലമ്പൂരിൽ വെച്ച് നടന്ന ഒരു സംവാദത്തിൽ, ക്രിസ്ത്യാനികളുമായി നടത്തിയ ഒരു സംവാദത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെ പ്രകടനം കണ്ട്, ശംസുൽ ഉലമയുടെ വാക്കിന്റെ ശക്തി കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്ന ഫാദർ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ, ജോസഫ് മുണ്ടക്കൽ എന്ന് പറയുന്ന ഇബ്രാഹിം മുണ്ടക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംവാദത്തിന്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അതായത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഇവരെ പറയുന്ന ഒരു ആരോപണമാണ്, പരിശുദ്ധമായ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രാധാന്യവും പ്രസക്തിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബിയുടെ മതമാണ് നിങ്ങൾ ആദ്യം സ്വീകരിക്കേണ്ടത് എന്ന് ക്രിസ്ത്യാനികൾ പൊതുവെ നമ്മോട് പറയാറുണ്ട്. ക്രിസ്ത്യാനികൾ പൊതുവെയായി നമ്മോട് പറയാനുള്ള ഒരു കാര്യമാണ്, പരിശുദ്ധമായ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും നൽകിയിട്ടുള്ളത് ഈസാ നബിക്കാണ്. എന്നാൽ ഈ വാദം ക്രിസ്ത്യാനികൾ ശംസുൽ ഉലമയോട് പറഞ്ഞപ്പോ ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ്? എന്ത് തെളിവ് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവർ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിക്കും, അവർക്ക് ജീവൻ നൽകി, അവർക്ക് പുനർജന്മം നൽകും. ഇത്തരത്തിലൊരു ചരിത്ര സംഭവം, ഇത്തരത്തിലൊരു അത്ഭുത സംഭവം ഒരിക്കലും നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ. ഈ സമയത്ത് ക്രിസ്ത്യാനികൾ ചോദിച്ചു, പരിഹാസത്തോടു കൂടിയാണ് അവർ ചോദിച്ചത്, അല്ല നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ? മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അത്ര വലിയ ഒരു അത്ഭുത സംഭവമൊന്നുമല്ല, അതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എങ്കിൽ അത് നിങ്ങൾക്ക് കഴിയുമോ? മഹാനായ ശംസുൽ ഉലമ ഈ ചോദ്യം കേട്ടപ്പോ തല കുനിച്ചുകൊണ്ട് ഒരല്പസമയം മൈക്കിന്റെ മുമ്പിൽ അങ്ങ് നിന്നു. തല കുനിച്ചുകൊണ്ട് ഒരല്പസമയം അവിടെ നിന്നു. എന്നിട്ട് കസേരയിൽ പോയി ഒരു 10 മിനിറ്റ് സമയം തല താഴേക്ക് പിടിച്ച് തല കുനിച്ചുകൊണ്ട് ഒരല്പസമയം ആലോചിക്കുകയുണ്ടായി. അതിനുശേഷം ദൃഢമായ കാൽവെപ്പുകളോടെ ശംസുൽ ഉലമ മൈക്കിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മതമേലധ്യക്ഷന്മാരുടെ മുഖത്ത് നോക്കി ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ മരിക്കുന്നവരെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? എങ്കിൽ കൊണ്ടുവാടോ ഒരു മയ്യിത്ത്, കൊണ്ടുവാടോ ഒരു മൃതദേഹം, ഞാൻ ഇപ്പൊ ജീവിപ്പിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശംസുൽ ഉലമ അത് പറഞ്ഞത് ഒരിക്കലും ആ സമയത്ത് ഒരു മയ്യത്തിനെ സംഘടിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രകടമായ വശം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം ജോസഫ് മുണ്ടക്കൽ എന്ന് പറയുന്ന ഇബ്രാഹിം മുണ്ടക്കൽ പറയുകയുണ്ടായി, ആ സമയത്തെങ്ങാനും ശംസുൽ ഉലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ശംസുൽ ഉലമയുടെ മുഖത്തുള്ള തേജസ്, ശംസുൽ ഉലമയുടെ മുഖത്തുള്ള ആത്മീയമായ പ്രഭാവം, ആ പ്രഭാവം കണ്ടാൽ നമ്മൾ ഉറപ്പിച്ചു പോകും, ഒരു മയ്യിത്തെങ്ങാനും ശംസുൽ ഉലമയുടെ മുമ്പിൽ ഒന്ന് വെച്ചു കൊടുത്താൽ ആ സമയത്ത് ശംസുൽ ഉലമ അതിനെ ജീവിപ്പിച്ചു കൊടുക്കാൻ മാത്രമുള്ള ആത്മീയമായ തേജസ് ആ മുഖത്ത് ഞാൻ കാണുകയുണ്ടായി എന്ന് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് മുണ്ടക്കൽ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കളൊന്നും ചില്ലറക്കാരല്ല, അവര് പരിശുദ്ധമായ ഇസ്ലാമിനെ ചില്ലിക്കാശിന് വേണ്ടി വിറ്റടിച്ചവരല്ല, പരിശുദ്ധമായ ഇസ്ലാമിനെ കച്ചവട ചരക്കാക്കിയവരല്ല. അവർ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഹിമക്ക് വേണ്ടി അവന്റെ ദീനിനെ ഈ ലോകത്തെ അഭിമാനത്തോടുകൂടി അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ഉസ്താദുൽ അസാതീർ, 10,000കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദും ഗുരുവര്യനുമായിരുന്ന കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും ബഹുവന്യ ഗുരുവര്യനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളുടെ ജീവിത വിശുദ്ധി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിൽ ഓരോരുത്തരും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഒരിക്കൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടോട്ടിക്കൊണ്ട് ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ആ പരിപാടിയിൽ വെച്ച് അവര് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ഉസ്താദെ ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല, മഴ പെയ്യാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം, മഴ പെയ്യാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ഈ സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ലോകരക്ഷിതാവായ നാഥ, മഴ പെയ്യാതെ അഹമ്മദ് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല, മഴ പെയ്യാതെ ഈ അഹമ്മദ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്, മുസ്ലിം കേരളം സാക്ഷിയാണ്, ജനലക്ഷങ്ങൾ സാക്ഷിയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കുട ചൂടിക്കൊണ്ടാണ് ആ പെരും മഴയത്ത് സ്റ്റേജ്
അങ്ങനെ കാലത്ത് കീഴടക്കിയ നേതാക്കൾ, ചരിത്രത്തെ കീഴടക്കിയ നേതാക്കൾ, ജനലക്ഷങ്ങളെ തങ്ങളുടെ വിരൽ തൂമുകൊണ്ട് നിയന്ത്രിച്ച നേതാക്കൾ, അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ ഏറ്റവും സംശുദ്ധമായ പരിശുദ്ധമായ ജീവിതം, ആ ജീവിതത്തെ കുറിച്ച് പറയാനുള്ള ധാർമ്മികമായ അവകാശം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശംസുൽ ഉലമാ എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച നായകനാണെന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ലോകത്താദ്യമായി ഖാദിയാനികൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ധൈര്യത്തോടുകൂടി ദൃഢശബ്ദത്തിൽ, ഉറച്ച ശബ്ദത്തിൽ ലോകത്തോട് പ്രഖ്യാപിച്ചത് മഹാനായ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് പാകിസ്ഥാനിലെയും മലേഷ്യയിലെയും ഗവൺമെന്റുകൾ, സൗദി അറേബ്യയിലെ ഗവൺമെന്റുകൾ ഖാദിയാനികൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതെ, ശംസുൽ ഉലമയുടെ തീരുമാനം, ശംസുൽ ഉലമയുടെ പ്രഖ്യാപനം ലോകം അംഗീകരിക്കുകയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ